ഞങ്ങൾ കാണുമ്പോൾ ഇതായിരുന്നു 6ാം ക്ലാസ്സുകാരി ആസിയയുടെ വീട്. ഉമ്മയും ഉപ്പയും അടങ്ങുന്ന 3 അംഗ കുടുംബം അന്തിയുറങ്ങിയിരുന്നത് ഈ ഒറ്റമുറി കെട്ടിടത്തിൽ. റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ MLA KJ മാക്സി വിഷയത്തിൽ ഇടപെട്ടു. സഹായിക്കാൻ സന്നദ്ധത അറിയിച്ച് കൊച്ചിയിലെ കൂട്ടായ്മകളും രംഗത്തെത്തി. അങ്ങനെ ആസിയയുടെ സ്വപ്ന വീടിന് തറക്കല്ലിട്ടു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ രാവിലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഇവിടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ ആൾക്കാർ എല്ലാവരും തയ്യാറെടുത്തുകൊണ്ടാണ് ഇന്ന് എൻ്റെ ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത്. ഇത് എത്രയും പെട്ടെന്ന് ഒരു 3 മാസത്തിനുള്ളിൽ എൻ്റെ പണി പൂർത്തീകരിച്ച് ഇത് കൊടുക്കും. കൊച്ചിക്കാർ എന്ന വാട്സപ്പ് കൂട്ടായ്മയാണ് ആസിയയ്ക്ക് വീട് വെച്ചു നൽകുന്നത്. 1 മണിക്കൂർ വേണ്ടി വന്നില്ല നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ മീറ്റിംഗ് കൂടി അത് MLA ഇടപെട്ട് എത്രയും വേഗം, കാരണം ഇത് ഇത്രയും സ്പീഡാകാൻ കാര്യം വ്യക്തമാണ് MLAയുടെ ഇടപെടൽ തന്നെയാണ്. ഭാവിയിൽ IPS ഓഫീസറാകണമെന്നാണ് ആസിയയുടെ സ്വപ്നം. ഈ സിനിമയിലും പിന്നെ വാർത്തയിലൊക്കെ ചിലവരെല്ലാം പോലീസുകാരൊക്കെ മറ്റുള്ളവരെ സഹായിക്കണം. അതൊക്കെ കാണുമ്പോൾ എനിക്കും തോന്നുന്നു ഞാനും ഒന്ന് ആയാൽ കുഴപ്പം, എനിക്കും സഹായിക്കണം. കുഞ്ഞുപ്രായം വരെയുള്ള എനിക്ക് ആഗ്രഹം IPS ആവണത്. IPS സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആസിയയുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്ന് കൊച്ചിൻ അക്കാഡമി. ആസിയ IPS ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മട്ടാഞ്ചേരിക്കൊരു IPS ആസിയ ആകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു. അതിലെവിടം വരെ എത്തണോ അതുവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ആസിയയുടെ ദുരിതം റിപ്പോർട്ടർ TV പുറത്തുവിട്ടതോടെ കൊച്ചിക്കാർ അത് അവരുടെ വേദനയായി ഏറ്റെടുക്കുകയായിരുന്നു. ഈ നാടിന്റെ ഐക്യത്തിന്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ ഭൂമിയിൽ ആസിയയ്ക്ക് വേണ്ടി ഉയരുന്ന സ്വപ്ന വീട്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.